എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വളരെ മനോഹരമായ ഒരു കഥയാണ്. മൂല്യങ്ങളെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമൊക്കെ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒന്ന്. മഞ്ജുനാഥൻ ആർ എഴുതിയ ഒറ്റച്ചെരുപ്പ് അവസാന സിഗാർ. അപ്പോ കഥ തുടങ്ങുന്നതിന് മുൻപ് എന്റെ മനസ്സിൽ വന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങളോടും ചോദിക്കാം. ശരിക്കും എന്തിനാണ് കൂടുതൽ വില? ഒരുപാട് പേർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനത്തിനാണോ? അതോ ഒരേ ഒരാൾ മാത്രം ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒന്നിനാണോ? ഈ ചോദ്യമൊന്ന് മനസ്സിൽ വെച്ചോളൂ, കാരണം ഈ കഥ മുഴുവൻ ഇതിനെ ചുറ്റിപ്പറ്റിയാണ്. ഇനി കഥയിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ കഥ നടക്കുന്നത് 1985 മുൻപാണ്. അതായത് ആ പ്രദേശങ്ങളിൽ കഞ്ചാവ് നിയമപരമായി നിരോധിക്കുന്നതിനൊക്കെ മുൻപുള്ള ഒരു കാലഘട്ടത്തിലാണ്. ഇന്ന് നമുക്കറിയാമല്ലോ, അതിന്റെ കൃഷിയും ഉപയോഗവുമെല്ലാം നിയമവിരുദ്ധമാണ്. ആരോഗ്യത്തിനും സമൂഹത്തിനും ഒരുപാട് ദോഷങ്ങളുമുണ്ട്. അപ്പോ ആ ഒരു കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ കഥയെ കാണാൻ. ശരി, അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം. ഈ കഥയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേരാണ് ദീന. അദ്ദേഹം ഒരു വലിയ പണക്കാരനൊന്നും ആയിരുന്നില്ല, പക്ഷേ എല്ലാവർക്കും അദ്ദേഹത്തോട് വലിയ ബഹുമാനമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ടും പിന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു പ്രത്യേക കഴിവുകൊണ്ടുമായിരുന്നു അത്. ദീന ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിലുള്ള ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ഒരു സാധാരണ കുടുംബസ്ഥൻ. കഷ്ടപ്പാടുകളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും സ്വന്തം അധ്വാനം കൊണ്ട് കുടുംബത്തെ കരകയറ്റിയ ഒരാൾ. അദ്ദേഹം ഒരു ഡോക്ടറോ സിനിമയിലെ നായകനോ ഒന്നും ആയിരുന്നില്ല. പക്ഷേ ആ ഗ്രാമത്തിന്, ആ സമൂഹത്തിന് അദ്ദേഹം ഒരു നെടുംതൂണായിരുന്നു. അതുകൊണ്ടുതന്നെ വീട്ടുകാരും നാട്ടുകാരുമെല്ലാം അദ്ദേഹത്തെ ഒരുപാട് ബഹുമാനിച്ചിരുന്നു. അപ്പോ എന്തായിരുന്നു ദീനയുടെ ആ പ്രത്യേക കഴിവ്, അല്ലേ? അദ്ദേഹത്തിന്റെ ഉപജീവനമാർഗം അതായിരുന്നു. അതൊരു കല തന്നെയായിരുന്നു എന്ന് പറയാം. കാട്ടിൽ പോയി ഏറ്റവും നല്ല ഇലകൾ കൈകൊണ്ട് തെരഞ്ഞെടുത്ത് അതിൽ നിന്ന് വളരെ പ്രശസ്തമായൊരു കഞ്ചാവ് ലേപനം അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു. ആ ലേപനം വാങ്ങാനായിട്ട് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ അദ്ദേഹത്തെ തേടി വരുമായിരുന്നു. ആ വരുമാനം കൊണ്ടാണ് അദ്ദേഹം കുടുംബം നോക്കിയിരുന്നത്. കാലം കടന്നുപോയി. ദീന മരിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം പൈതൃകമായി 2 കാര്യങ്ങളാണ് ബാക്കിയായത്. ഒന്ന് സ്നേഹത്തിന്റെ ഒരു ഓർമ്മ, മറ്റൊന്നു അടങ്ങാത്ത ആഗ്രഹത്തിന്റെ ഒരു വസ്തു. ദീനയ്ക്ക് രഘു എന്നു പേരുള്ള ഒരു കൊച്ചുമകനുണ്ടായിരുന്നു. അവന് മുത്തച്ഛെന്ന് വെച്ചാൽ ജീവനായിരുന്നു. മുത്തച്ഛൻ പോയപ്പോ ആ സ്നേഹത്തിന്റെ അവസാനത്തെ കണികയായി അവൻ നെഞ്ചോട് ചേർത്തത് എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ പഴയ തേഞ്ഞുപോയ ഒരു ജോഡി ചെരുപ്പുകൾ. അവനത് വെറുമൊരു ചെരുപ്പായിരുന്നില്ല, അതവന്റെ മുത്തച്ഛനായിരുന്നു. അപ്പോ ഇവിടെയാണ് നമ്മുടെ കഥയുടെ കാതൽ. ഒരു വശത്തെ രഘുവിന്റെ ചെരുപ്പുകൾ. അതിന്റെ മൂല്യം സ്നേഹവും ഓർമ്മയുമാണ്. അത് സ്നേഹിച്ചത് ഒരേയൊരു കുട്ടിയാണ്. അതൊരു സ്വകാര്യ ബന്ധമായിരുന്നു. ഇനി മറുവശത്ത് നോക്കിയാലോ? ദീനയുണ്ടാക്കിയ അവസാനത്തെ സിഗാർ. അതിന്റെ മൂല്യം എന്താ? പദവി, കിട്ടാനില്ലാത്ത ഒന്നെന്ന തോന്നൽ. അതാഗ്രഹിച്ചതോ എല്ലാവരും. അതൊരു പൊതുപ്രകടനമായിരുന്നു. അങ്ങനെ ഒരേ സമയം 2 അന്വേഷണങ്ങൾ തുടങ്ങുകയാണ്. ഒന്ന് ഒരു കുട്ടിയുടെ നിധിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ, മറ്റൊന്ന് ഒരു ഗ്രാമം മുഴുവൻ പങ്കെടുക്കുന്ന ഒരു ലേലം. അതിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. ഒരു ദിവസം അയൽപക്കത്തെ ഒരു പുതിയ ചെരുപ്പ് ഒരു നായ കടിച്ചു കീറുന്നത് രഘു കണ്ടു. അവനാകെ പേടിച്ചുപോയി. തന്റെ മുത്തച്ഛന്റെ ചെരുപ്പിനും ഇത് സംഭവിക്കുമോ? അവൻ പേടിച്ച് വീട്ടിലേക്ക് ഓടിച്ചെന്നപ്പോഴാണ് അത് കണ്ടത്. അവന്റെ നിധി. ആ ചെരുപ്പുകളിലൊന്ന് കാണാനില്ല. അവനാകെ തകർന്നുപോയി. അതേ സമയത്ത് ഗ്രാമത്തിൽ ദീനയുടെ ബാക്കിയുള്ള സാധനങ്ങൾക്കായി വലിയൊരാൾക്കൂട്ടം തന്നെയുണ്ടായി. ഈ ആവശ്യം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം ഒരു പൊതുലേലം നടത്താൻ തീരുമാനിച്ചു. ഇനി അങ്ങോട്ട് നമ്മൾ കാണുന്നത് 2 യാത്രകളാണ്. ഒന്ന് ആ ഒറ്റപ്പെട്ടുപോയ ചെരുപ്പിന്റെ യാത്ര, 2 ഗ്രാമത്തിന്റെ അടങ്ങാത്ത അത്യാഗ്രഹത്തിന്റെ യാത്ര. രഘുവിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ആ ഒറ്റ ചെരുപ്പ്. പാവം, അത് കനത്ത മഴയിൽ പെട്ടുപോയി. മഴവെള്ളപ്പാച്ചിലിൽ കിലോമീറ്ററുകളോളം മലയിറങ്ങി അതിന്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് അത് ഒഴുകിപ്പോയി. അതേസമയം ഗ്രാമത്തിലോ ലേലം പൊടിപൊടിക്കുകയാണ്. ദീനയുടെ സാധനങ്ങൾക്ക് ആളുകൾ സാധാരണ വിലയുടെ 100 ഇരട്ടി വരെയാണ് വിളിച്ചു പറഞ്ഞത്. അതായത് അതൊരു കച്ചവടം എന്ന നില വിട്ടുപോയിരുന്നു. ആരാണ് വലിയവൻ, ആർക്കാണ് കൂടുതൽ പണം എന്നൊക്കെ കാണിക്കാനുള്ളൊരു മത്സരമായി അത് മാറി. ഇവിടെ ഗ്രാമത്തില് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ആ ഒറ്റച്ചെരുപ്പിന്റെ അവസ്ഥ എന്തായിരുന്നു? അതിന്റെ യാത്ര വളരെ കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. ആദ്യം അതൊരു ശുചീകരണ തൊഴിലാളിയുടെ ചാക്കിൽ ചെന്നു വീണു. അവിടെ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് കുട്ടികളുടെ ചെരുപ്പുകൾക്കിടയിൽ ഒറ്റയ്ക്ക്. ഒടുവിലോ ഒരു വലിയ നഗരത്തിലെ ചവറ്റുകൂനയിൽ അതിനെ വലിച്ചെറിഞ്ഞു. തന്റെ ഇണയെ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലെന്ന് അതുപോലും ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകും. ലേലത്തിന്റെ കാര്യം പറഞ്ഞാൽ അതു പിന്നെ സിഗാറിനെക്കുറിച്ചേ ആയിരുന്നില്ല. ആരാണ് ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയവൻ, ആർക്കാണ് ജയിക്കാനുള്ള പണം കയ്യിലുള്ളത് എന്നൊക്കെയുള്ളൊരു പോരാട്ടമായി അതങ്ങ് മാറിപ്പോയി.
അവസാനം ദീനയുടെ ആ ഒരൊറ്റ സിഗാർ ലേലത്തിൽ വെച്ചപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി. അത് കിട്ടാൻ വേണ്ടിയുള്ള പോരാട്ടം അത്രയ്ക്ക് വലുതായി. ആളുകൾ തമ്മിൽ ഉന്തും തള്ളുമായി ഒരു വലിയ വഴക്കിന്റെ വക്കിലെത്തി. ഒടുവിൽ ഗ്രാമത്തിലെ മുതിർന്നവർ ഇടപെട്ട് ആ ലേലം 1 മാസത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നു. അപ്പോ ഇനി നമ്മൾ എത്തുന്നത് കഥയുടെ ക്ലൈമാക്സിലേക്കാണ്. ആ 2 അന്വേഷണങ്ങളും ഒരേ സമയം ആരും പ്രതീക്ഷിക്കാത്ത ഒരു അന്ത്യത്തിലേക്ക് എത്തുകയാണ്. ആ ദിവസം, ആ നിർണായകമായ ദിവസം, രാവിലെ ഗ്രാമത്തിൽ ആ സിഗാറിനു വേണ്ടിയുള്ള ലേലം വീണ്ടും തുടങ്ങി. ഇത്തവണ അതിലും വലിയൊരു ജനക്കൂട്ടമുണ്ടായിരുന്നു. അതേസമയം ഉച്ചയ്ക്ക് കിലോമീറ്ററുകൾ ദൂരെയുള്ള ആ ചവറ്റുകൂനയുടെ അടുത്ത് കളിച്ചുകൊണ്ടിരുന്നൊരു കുരങ്ങൻ ആ ഒറ്റ ചെരുപ്പെടുത്ത് താഴേക്കിട്ടു. അവിശ്വസനീയമെന്ന് പറയട്ടെ, അതേ നിമിഷം കൂട്ടുകാരുമായി ആ വഴി വന്ന രഘു ഒരു കാഴ്ച കാണുകയാണ്. ഒരു കുട്ടി തന്റെ മുത്തച്ഛന്റെ ചെരുപ്പ് തട്ടിക്കളിക്കുന്നു. ഇതെല്ലാം നടക്കുമ്പോൾ ഗ്രാമത്തിലെ ലേലം ഒരു വലിയ അടിപിടിയിലേക്ക് മാറുകയായി. അങ്ങനെ ആ പട്ടണത്തിൽ രഘു തന്റെ നിധി കണ്ടെത്തി. അവന്റെ ലോകം അവന് തിരികെ കിട്ടി. എന്നാൽ ഗ്രാമത്തിലെ ലേലത്തിലോ? അവിടെ എല്ലാവരും കൊതിച്ച ആ നിധി നശിപ്പിക്കപ്പെട്ടു. ആ അടിപിടിക്കിടയിൽ ആരോ ചവിട്ടി ആ വിലപ്പെട്ട സിഗാർ പൊടിഞ്ഞുപോയി. രഘു അതൊന്നും അറിഞ്ഞില്ല. അവൻ ആ ചെരുപ്പും നെഞ്ചോട് ചേർത്ത് വീട്ടിലേക്ക് ഓടുകയായിരുന്നു. അവന്റെ സന്തോഷത്തിൽ അവൻ എല്ലാം മറന്നു. ഗ്രാമത്തിലെ മരച്ചുവട്ടിൽ നടക്കുന്ന ആ വലിയ ലഹളയൊന്നും അവൻ ശ്രദ്ധിച്ചതേയില്ല. വീട്ടിലെത്തിയ അവൻ ആ ചെരുപ്പ് അതിന്റെ ഇണയുടെ അടുത്തേക്ക് വെച്ചു. താൻ അതിനുവേണ്ടിയുണ്ടാക്കിയ ഒരു ഗ്ലാസ് പെട്ടിക്കുള്ളിൽ. ആ ജോഡി ചെരുപ്പുകൾ ഇപ്പോൾ ഒന്നായി. ഒരു സ്നേഹം അവൻ സംരക്ഷിച്ചു. ഒരു പൈതൃകം അവൻ ഉറപ്പിച്ചു. അപ്പോ നമ്മൾ തുടങ്ങിയ ആ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. അവസാനം എന്താണ് ഒരു പൈതൃകം എന്ന് പറയുന്നത്? എല്ലാവരും അടിപിടി കൂടുന്ന ഒന്നാണോ? അതോ ഒരാൾക്ക് മാത്രം വിട്ടുകൊടുക്കാൻ കഴിയാത്ത ഒരു ഓർമ്മയാണോ? യഥാർത്ഥ മൂല്യം അത് മറ്റുള്ളവർ വിലയിടുന്നതിലല്ല, നമ്മൾ ഹൃദയം കൊണ്ട് എന്തിനു വില കൊടുക്കുന്നു എന്നതിലാണ്, അല്ലേ? ഇത്രയും മനോഹരമായ ഒരു ചിന്ത നമുക്ക് തന്ന മഞ്ജുനാഥൻ ആറിന് നന്ദി. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.